അപ്പൊ അതിലെ പാട്ടുകളൊക്കെ ഒരു സാധാരണ ഒരു പാട്ട് എഴുതുന്ന പോലെയല്ല. ഡബിങ് പാട്ടുകൾ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡബിൾ പണിയാണ് അല്ലെ? അതെ തീർച്ചയായും. ഹാപ്പിക്ക് ഇന്നും ഹാപ്പി എന്ന് പറഞ്ഞ സോങ്ങിന് ഐ ഹേറ്റ് യു അല്ലെ കുറവാ. അതെ അതെ. അതൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കുന്നത്? ഇന്ന് നോക്കുമ്പോ ആ ഒരു കാലഘട്ടം പാട്ടുകളിലൂടെയാണ് ഈ സിനിമയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ സത്യം പറഞ്ഞ ഈ ഹാപ്പി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ പാട്ടെഴുത്തുകാരനാകുന്ന സിനിമ. ഇതാ ഹാപ്പി ആദ്യമായിട്ട് എഴുതുന്ന. അപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ കാതർക്കട ഒരു ഫോൺ കോൾ വരികയും ഞാൻ അങ്ങനെ ആദ്യത്തെ ഒരു പാട്ട് എഴുതാനായിട്ട് എന്നെ വിളിച്ചതാണ്. ഹാപ്പി അടിപൊളി ലുക്കായാൽ ഹാപ്പി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്, ഇൻട്രോ സോങ്. അത് എഴുതാനായിട്ട് എന്നെ വിളിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, എൻ്റെ ഫസ്റ്റ് മൂവ് ചെയ്ത്. അപ്പോൾ ആ പാട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ വരികൾ ഇഷ്ടപ്പെട്ടതോടുകൂടി അടുത്ത ഒരു 3 പാട്ടും കൂടെ ബാക്കി എഴുതിയാൽ. തീർച്ചയായിട്ടും ഇതിനകത്തൊരു വെല്ലുവിളി എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ ഒരു ട്യൂൺ മാത്രമല്ല. സാധാരണ മലയാളം പടത്തിലാണെങ്കിൽ ഇപ്പോൾ ട്യൂൺ അനുസരിച്ച് എഴുതിയാൽ മതി. ഇത് ട്യൂണ് എന്നോടൊപ്പം തന്നെ എൻ്റെ ലിപ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ചുണ്ടിൻ്റെ അനക്കം, അതനുസരിച്ചുള്ള വാക്കുകൾ കണ്ടെത്തി. പക്ഷേ ഈ ആശയം ചോരാതിരിക്കണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കാൻ നേരത്ത് ഒരു മലയാളം പാട്ട് കേൾക്കുന്ന അതേ ഒരു ഫീൽ ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിജീവിച്ചാണ് ഈ പാട്ട് എഴുതിയത്, ഹാപ്പിയിലെ പാട്ടുകൾ. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഇതൊരു വർക്ക്ഷോപ്പ് പോലെ ആയിരുന്നു ഈ ഹാപ്പിയിലെ പാട്ട് എഴുത്ത്. പെട്ടി വരെ ഇപ്പൊ എഴുതി. ഇതിപ്പോ നമ്മളെ ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്ത് ആദ്യം വളരെ സൂക്ഷിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കും. പിന്നെ അത് നമ്മളൊരു എന്താ പറയുന്നത് വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുമ്പോൾ ഓടിക്കും എന്ന് പറയുന്ന പോലെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അങ്ങനെയാണ്. ഒരു പാട്ടെഴുത്തിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പം അത് ഇത് കുറച്ചുകൂടെ ഈസിയായി. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള സംഭവം അതിൻ്റെ ബാക്കി നമ്മൾ നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ മലയാളി ഓഡിയൻസിന് കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുമ്പോഴാണ് ഒരു മൊഴിമാറ്റ ഗാനം കൂടുതൽ മനോഹരമാകുന്നത്. അങ്ങനെ എഴുതാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ മൊഴിമാറ്റം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. പ്രയോഗം തന്നെ തെറ്റാണ്. ഇപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതല്ല, വളരെ ഇൻവോൾവ് ആയിട്ട് ട്രാൻസ്ലേഷൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ഒരു പാട്ട് എഴുതുമ്പോൾ ഒരു വരി ഇപ്പം 4 വരിയാണ് എഴുതുന്നതെങ്കിൽ 4 വരിക്കൊരു പ്രാധാന്യം ഉണ്ടാവുന്ന തരത്തിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനെ പിന്നെ ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഒരു സിനിമയിലെ ഒരു പാട്ട്, മലയാള സിനിമയിലെ പാട്ട് ചിലപ്പോൾ മാച്ച് ചെയ്തെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് ഓൾറെഡി കണ്ടന്റ് ഷൂട്ട് ചെയ്ത ലിപ്പായ പല കണ്ടന്റിനെയും അതിന് മാച്ചാവുന്ന തരത്തിലേക്ക് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് എഫിഷ്യൻസി. ഞാനിപ്പോ ഇതിന്റെ അർത്ഥം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ആ അർത്ഥം എടുത്തല്ല ഞാൻ മിക്കവാറും ആൾമോസ്റ്റ് അർത്ഥങ്ങൾ സെയിം തന്നെ വരണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. ചില വാക്കുകളിൽ ചില പാട്ടിൽ വരും, പാട്ട് വരും, ഒന്നേ പറ്റുള്ളൂ. പക്ഷെ അല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെതായ ഒരു അത് ജന്മസിദ്ധമായ ചില കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വാക്കുകളുടെ ആ വ്യാപ്തിയിലൊക്കെ നന്നായിട്ട് പ്രകടമാക്കും.